മഷ്റൂമും ഇങ്കും മ്യൂസിക്കും. അവർ ഞാൻ കണ്ട മനുഷ്യരോ അതോ എൻ്റെ കഥാപാത്രങ്ങളോ അറിയില്ല. പക്ഷേ ആ വിചിത്ര യാത്രയിൽ ഞാൻ കണ്ട മരണത്തിൻ്റെ കാഴ്ചകൾ, ഞാൻ കേട്ട അർബുദത്തിൻ്റെ അശരീരികൾ, സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ എഴുതി ആഴമേറിയ എഴുത്തുകൾ. അത് പക്ഷേ എനിക്ക് നേടിത്തന്നത് ആരാധകരെ അല്ല, ശത്രുക്കളെ. സാധാരണക്കാർ മുതൽ സഹപ്രവർത്തകർ വരെ. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഡോക്ടർ ശിവറാമിനെതിരെയുള്ള അലിഗേഷൻസിനെ പറ്റിയാണ്. റെപ്യൂട്ടഡായ 2 ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളാണ് അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ ഡോക്ടർ ശിവറാം ഓൾമോസ്റ്റ് ഫിസിക്കലി കൈകാര്യം ചെയ്തുവെന്നും പബ്ലിക്കായി ത്രട്ടൺ ചെയ്തുവെന്നും പറഞ്ഞ് കംപ്ലയിൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോട്ടെ, വി ക്യാൻ ഹാൻഡിൽ. പക്ഷേ ക്യാൻസർ രോഗബാധയുമായി ബന്ധപ്പെട്ട ക്ലിനിക്കൽ കൺക്ലൂഷൻസിനെ പലതിനെയും ചോദ്യം ചെയ്യുന്ന മട്ടിൽ ഡോക്ടർ ശിവറാം സോഷ്യൽ മീഡിയയിൽ എഴുതുന്നു എന്നൊരു പരാതി നമ്മുടെ കമ്മ്യൂണിറ്റിക്കകത്ത് തന്നെ ഉണ്ട്. അത് ഡോക്ടർ ശിവറാം എക്സ്പ്ലെയിൻ ചെയ്തേ പറ്റൂ. എനിക്ക് വളരെ അടുപ്പമുണ്ടായിരുന്ന ഒരാൾ, പ്രത്യേകിച്ച് ഒരു രോഗവുമില്ലാതെ കളിച്ചു ചിരിച്ച് ജീവിച്ചൊരു കുട്ടി. അവൾ മരിച്ചുപോയി. ഒരു കൊളാപ്സ്, സ്ട്രൈറ്റ് ടു കോമ, ബ്രെയിൻ ഡെത്ത്. ദെൻ അതെന്നിലുണ്ടാക്കിയ ഷോക്ക്. ആ മരണത്തിന് കാരണമായ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന ക്ലിനിക്കൽ എൻക്വയറികളുടെ റിസൾട്ട്. അങ്ങനെ ഒരു ദിവസം തികച്ചും അബ്നോർമലായ മാനസികാവസ്ഥയിലായിരുന്നു ആ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സുമായി അങ്ങനെ ഒരു എൻകൗണ്ടർ ഉണ്ടായത്. ഇറ്റ് വാസ് മൈ ഫോൾട്ട്. പക്ഷേ അവരോടങ്ങനെ പെരുമാറാനുണ്ടായ കാരണങ്ങൾ ഇന്നും നിലനിൽക്കുന്നവയാണ്. ആ തോന്നലുകളിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. സോ ആ തോന്നലുകളാണ് ഡോക്ടറുടെ സോഷ്യൽ മീഡിയ റൈറ്റിംഗ്സിന്റെ പിന്നിൽ, ഇസ്ന്റ് ഇറ്റ്? ഡോക്ടർ അത് വിശദീകരിക്കണം. എന്ത് തോന്നലുകളാ? ഒരു നിവൃത്തിയുമില്ലാത്ത മട്ടിൽ വ്യാപിച്ചു കഴിഞ്ഞ രാസവള കൃഷിയുടെ ഫലമായി മണ്ണിലും വെള്ളത്തിലും വായുവിലും വിഷം നിറഞ്ഞു നിൽക്കുന്നു. ഈ രാസവിഷങ്ങളാണ് ക്യാൻസർ പോലെ മാരകമായ രോഗങ്ങൾ ഇത്രയും സ്പ്രെഡാവാൻ കാരണം. ചികിത്സയ്ക്കായി നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളിലും ഡേഞ്ചറസായ കെമിക്കൽ കണ്ടന്റ് കൂടുന്നുണ്ട്. സി ഡോക്ടർ, ഡ്രഗ്സിന് സൈഡ് എഫക്ട്സ് ഉണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്ന ഫ്യൂച്ചർ പ്രോബ്ലംസിനേക്കാൾ ഒരു പേഷ്യൻറ്റിന് പ്രസൻറ്റ് ടൈമിൽ ഒരു പർട്ടിക്കുലർ ഡ്രഗ് പ്രയോജനം ചെയ്യും എന്ന ഉത്തമ ബോധ്യത്തോടെയാണ് നമ്മളെല്ലാവരും പ്രിസ്ക്രിപ്ഷൻ പാഡ് എടുക്കുന്നത്. ഒരു പരിധിവരെ അത് ശരിയാണ് സാർ. പക്ഷെ ഒന്നുണ്ട്, നേരത്തെ ഞാൻ പറഞ്ഞ ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കുന്ന അതേ മൾട്ടിനാഷണൽ കമ്പനികളുടെ സിസ്റ്റർ കൺസേണുകളാണ് അവയുണ്ടാക്കുന്ന പല മാരക രോഗങ്ങൾക്കും ഉള്ള മരുന്നുകൾ ഉണ്ടാക്കുന്നത്. ബേബി പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന കമ്പനികളുടെ ബ്രാഞ്ചുകൾ തന്നെ അവ ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങൾക്കുണ്ടാവുന്ന രോഗങ്ങൾക്കുള്ള മരുന്നുകളും ഉണ്ടാക്കുന്നു. രാസ ഫാക്ടറികളിൽ നിന്ന് തള്ളുന്ന മാരക വിഷവസ്തുക്കൾ വളത്തിലൂടെ ഭൂമിയിലേക്ക് തള്ളുകയാണ്. നമുക്ക് ചുറ്റുമൊന്ന് നോക്കിയാൽ കാണാം. നടുവേദനയ്ക്കുള്ള പെയിൻ കില്ലറുകൾ കഴിച്ച് കിഡ്നി തകർന്ന് നിന്ന നിൽപ്പിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നവർ.
മരുന്ന് കഴിച്ച് മരിച്ചു ജീവിക്കുന്ന ജീവച്ചവങ്ങൾ. ഡോക്ടർ ശിവറാം ഒരുമാതിരി ഇല്ലോജിക്കലായിട്ടാണ് സംസാരിക്കുന്നത്. ഇങ്ങനെ വെറുതെ അലിഗേഷൻസ് ഉന്നയിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ഇക്കാര്യത്തിൽ ഇതേ അഭിപ്രായമാണ് എനിക്കുമുള്ളത്. ഇല്ലോജിക്കൽ എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ വരട്ടെ. ഡോക്ടർ ശിവറാം പറഞ്ഞതിലും കാര്യമുണ്ട്. നമ്മുടെ ഡോക്ടർമാർക്കും കുറച്ചൊക്കെ ആത്മവിമർശനമാകാം. I didn't expect that from Dr. Hussain. I don't support Dr. Shivaram. I strongly support Dr. Shivaram. Okay, that's enough. Dr. Shivaram, your arguments അതൊരു തരം ഊഹാപോഹങ്ങളാണ്. We can't support that. Better you stop writing nonsense in social media. That's all we have to tell you now. I mean, ബാക്കി ഡോക്ടർ ശിവറാമിൻ്റെ എല്ലാ കൺസേൺസും, പ്രത്യേകിച്ച് ആ കുട്ടിയുടെ മരണം, അതുണ്ടാക്കിയ ആൻസൈറ്റീസ്, അതെല്ലാം ഞങ്ങൾക്ക് മനസ്സിലാവും. എന്നാലും പ്ലീസ് ടേക്ക് മൈ വേർഡ്സ് ആസ് എ കോമൺ ഒപ്പീനിയൻ. ശിവ, സർ, നിന്റെ കാർ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. തൽക്കാലം നീ എൻ്റെ കൂടെ വാ. നിന്റെ വണ്ടിക്ക് ഞാൻ ഡ്രൈവറെ വിടാം. വേണ്ട സാർ, ഞാൻ വെയിറ്റ് ചെയ്തോളാം. എല്ലാവരും പോയിട്ട് ഞാൻ പൊക്കോളാം. എന്നാൽ ശരി, ഞാനും വെയിറ്റ് ചെയ്യാം. വാ, നമുക്ക് ആ കഫേ പോയിരിക്കാം. എന്താ പാടൂ. ശിവറാം, ഡ്രഗ് കമ്പനികളുടെ ആളുകളും അവർ പറഞ്ഞിട്ട് ഈ ഡോക്ടർമാരും അല്ലാതെ സാധാരണക്കാരാരാടോ ഇതൊക്കെ വായിക്കാൻ പോകുന്നത്? വായിച്ചാൽ തന്നെ എന്താ അവർക്കൊരു അതർ ഓപ്ഷൻ? പിന്നെ നിനക്കെതിരെ ഒരു എൻക്വയറി നടക്കാൻ പോവുക. നീ OP അറ്റൻഡ് ചെയ്യുന്നില്ല, ചികിത്സിക്കുന്നില്ല, അബ്നോർമലായിട്ട് പെരുമാറുന്നു. അങ്ങനെ ഒരുപാട് പരാതികൾ. നീ ജനത്തിന് വേണ്ടി സംസാരിക്കുന്നു, ജനം പക്ഷേ നിനക്കെതിരും. നീ ഇബ്സന്റെ ജനശത്രു വായിച്ചിട്ടുണ്ടോ? എനിമി ഓഫ് ദ പീപ്പിൾ. ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട തോമസ് സ്റ്റോക്ക്മാൻ. പക്ഷേ ജനങ്ങൾ അദ്ദേഹത്തെ അവരുടെ ശത്രുവായിട്ട് കണ്ടു. ജനശത്രു. മെഡിക്കൽ കോളേജിൽ ആദ്യം നീ എൻ്റെ സ്റ്റുഡൻ്റായിട്ട് വന്നു, പിന്നെ കൊളീഗായി. ആ സ്നേഹമെല്ലാം വെച്ചുകൊണ്ട് പറയുക, ഡോണ്ട് ബി എ തോമസ് സ്റ്റോക്ക്മാൻ. പക്ഷെ സാർ, I really don't want to come there. ആ ക്യാൻസർ വാർഡിൽ, അസത്യങ്ങളുടെ ഇടനാഴിയിൽ, യന്ത്രങ്ങൾ കള്ളം പറയുന്ന മുറികളിൽ എനിക്ക് വരാനേ തോന്നുന്നില്ല. മെഷീനുകളുടെ മുരൾച്ചകൾക്കിടയിൽ സ്നേഹയുടെ ചിലങ്കയുടെ കരച്ചിൽ ഞാൻ കേൾക്കും. ഭ്രാന്ത് പിടിക്കുന്നത് പോലെ. ശരിക്കും ഭ്രാന്ത് പിടിക്കുന്നത് പോലെ. കുറച്ചധികവും നിന്റെ എക്സാജറേഷൻസ് ആണ് ശിവ. കുറേ കാലമായിട്ട് കാണുന്നതല്ലേ നിന്നെ ഞാൻ. എഴുത്തുകാരനാകാൻ കുറിച്ച് ഡോക്ടറായവൻ്റെ ഭാവനയുടെ ഒരു തരം എക്സാജറേഷൻസ്. സ്റ്റെതസ്കോപ്പിലൂടെ നമ്മൾ കേൾക്കുന്ന നെഞ്ചെടുപ്പ് വരെ എക്സാജറേഷൻസ് അല്ലേ ഡോക്ടർ? ഒരു കാര്യം ചെയ്, വേണമെങ്കിൽ ഒരു നീണ്ട അവധി, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് മാറി നിൽക്കുന്ന ഒരു ഗുണവും ചെയ്യില്ല. ഒരു സ്ഥലം മാറ്റം. അസത്യങ്ങളുടെ ഇടനാഴിയെന്ന് നീ ഇപ്പം എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിന് പകരം ഒരു സാധാരണ ഡോക്ടറായി ഏതെങ്കിലും പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ